ശ്രീനാരായണപുരത്തെ രക്ഷിതാവ് അധ്യാപകനെ സ്കൂളിൽ കയറി മർദ്ദിച്ചതായി പരാതി. പോഴങ്കാവ് സെന്റ് ജോർജ് മിക്സഡ് LP സ്കൂളിലെ അധ്യാപകൻ ആല സ്വദേശി ഭരത് കൃഷ്ണയാണ് രക്ഷിതാവ് മർദ്ദിച്ചത്. ദേശീയപാത കൊടകരയിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ് ലോറിക്ക് പുറകിലിടിച്ച് അപകടം. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. പരിക്കേറ്റ ബസ് യാത്രക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുല്ലൂറ്റ് പുതിയ പോസ്റ്റ് ഓഫീസിന് സമീപത്ത് നിന്ന് 10 അടിയോളം വലിപ്പമുള്ള മലമ്പാമ്പിനെ പിടികൂടി. പ്രദേശത്ത് നിന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ പിടികൂടുന്ന രണ്ടാമത്തെ മലമ്പാമ്പാണ് ഇത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ശ്രീനാരായണപുരത്തെ രക്ഷിതാവ് അധ്യാപകനെ സ്കൂളിൽ കയറി മർദ്ദിച്ചതായി പരാതി. പോഴങ്കാവ് സെന്റ് ജോർജ് മിക്സഡ് LP സ്കൂളിലെ അധ്യാപകൻ ആല സ്വദേശി ഭരത് കൃഷ്ണയെയാണ് രക്ഷിതാവ് പോഴങ്കാവ് സ്വദേശി ചെന്നറ വീട്ടിൽ ധനീഷ് മർദ്ദിച്ചത്. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ധനീഷിന്റെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൻ സ്കൂൾ സമയത്ത് ക്ലാസ്സിൽ നിന്നിറങ്ങി വീട്ടിൽ പോയതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് മർദ്ദനത്തിന് പുറകിലെന്ന് പോലീസ് പറഞ്ഞു. വൈകിട്ട് 3:30യോടെ സ്കൂളിൽ ഓഫീസിലെത്തിയ ധനീഷ് ഭരത് കൃഷ്ണയുടെ മുഖത്തടിക്കുകയും തള്ളിയിടുകയും ചെയ്തുവെന്നാണ് പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് ധനീഷിനെതിരെ മതിലകം പോലീസ് കേസെടുത്തു. ദേശീയപാത കൊടകരയിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ് ലോറിക്ക് പുറകിലിടിച്ച് അപകടം. ചൊവ്വാഴ്ച പുലർച്ചെ 5:30യോടെ കൊടകര മേൽപ്പാലത്തിന് സമീപത്തായിരുന്നു അപകടം. കോഴിക്കോട് നിന്നും എറണാകുളത്തേക്ക് പോയിരുന്ന KSRTC സ്വിഫ്റ്റ് ബസ്സാണ് ലോറിയുടെ പുറകിലിടിച്ചത്. അപകടത്തിൽപ്പെട്ട ലോറി നിർത്താതെ പോയി. പരിക്കേറ്റ 15ഓളം യാത്രക്കാരെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കൊടകര പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി. രണ്ടുകൈ വീരഞ്ചിറ വനത്തിൽ നിന്നും ചാരായം വാറ്റുന്നതിനായി സൂക്ഷിച്ച 120 ലിറ്റർ വാഷ് കണ്ടെടുത്തു. പരിയാരം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജോബിൻ ജോസഫ്, ചാലക്കുടി റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ CU ഹരീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംയുക്ത റെയ്ഡിലാണ് വാഷ് കണ്ടെടുത്തത്. വനത്തിൽ അനധികൃതമായി പ്രവേശിച്ചതിന് ഫോറസ്റ്റ് വാഷ് സൂക്ഷിച്ചതിനും എക്സൈസ് പ്രത്യേകം കേസ് രജിസ്റ്റർ ചെയ്തു. പ്രതികളെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നും മുൻപും ഇത്തരം കേസുകളിൽ ഉൾപ്പെട്ട പരിസരവാസികൾ തന്നെയാണ് ഇതിന് പിന്നിലുള്ളതെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ TA ഷെഫീഖ്, PP ഷാജി, ജെയ്സൺ ജോസ്, എക്സൈസ് ഡ്രൈവർ മുഹമ്മദ് ഷാൻ, കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പ്രശാന്ത്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ പ്രഭാകരൻ, ജിഷോർ ജെയിനി, വിജയകുമാർ, ഫോറസ്റ്റ് വാച്ചർ ദിവാകരൻ എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു. മാള സെന്റ് സ്റ്റെൻസ്ലാവൂസ് ഫൊറോന ദേവാലയത്തിലെ തിരുനാൾ നവംബർ 15, 16 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. തിരുനാൾ ആഘോഷങ്ങൾക്ക് നവംബർ 12 കൊടിയേറും. വൈകിട്ട് 6 മണിക്ക് ഫാദർ സെബാസ്റ്റ്യൻ ഞാളിയത്ത് കൊടിയേറ്റം നിർവഹിക്കും. നവംബർ 15 ശനിയാഴ്ച ഊട്ട് തിരുനാൾ ദിനത്തിൽ കുർബാന, രൂപം എഴുന്നള്ളിച്ച് വെക്കൽ ചടങ്ങുകൾ നടക്കും. നവംബർ 16 ഞായറാഴ്ച തിരുനാൾ ദിന കുർബാനയ്ക്ക് ഫാദർ വിപിൻ കുരിശിത്തറ കാർമ്മികത്വം വഹിക്കും. വൈകിട്ട് തിരുനാൾ പ്രദർശനം നടക്കും. പത്രസമ്മേളനത്തിൽ ഫാദർ ജോർജ് പാറമേൻ, സ്റ്റാനി വർഗീസ്, തോമസ് ആലപ്പാട്ട്, തോമസ് പഴയാറ്റിൽ, CL പിൻഡോ, ഡെന്നി പള്ളൻ എന്നിവർ പങ്കെടുത്തു. തിരുനാളിന് ഒരുക്കമായിട്ട് നാളെ 12-ാം തീയതി 282 പ്രസുദേന്തിമാരെ ഈ മാളക്കടവിൻ്റെ ഭാഗത്തുനിന്ന് ആനയിച്ച് ഇടവ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് പ്രസുദേന്തിമാരായി വാഴിച്ച് തിരുനാൾ കൊടിയേറ്റ് കർമ്മം ആരംഭിക്കുന്നതോടെ ഔദ്യോഗികമായി തിരുനാളിനുള്ള തുടക്കം കുറിക്കുക. 15-ാം തീയതി ശനിയാഴ്ച രാവിലെ 6 മണിയുടെ വിശുദ്ധ കുർബാനയോട് അനുബന്ധിച്ച് 9000-ഓളം പേർക്ക് ഊട്ടുനേർച്ച ഒരുക്കിയിരുന്ന ആശീർവാദ കർമ്മം നടത്തപ്പെടും. അതിനുശേഷം അവിടെ വന്നു ചേരുന്ന എല്ലാ ഭക്തർക്കും ഊട്ടുനേർച്ചയിൽ പങ്കെടുത്ത് വിശുദ്ധരുടെ അനുഗ്രഹം പ്രാപിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നു. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. പുല്ലൂറ്റ് പുതിയ പോസ്റ്റ് ഓഫീസിന് സമീപത്ത് നിന്ന് 10 അടിയോളം വലിപ്പമുള്ള മലമ്പാമ്പിനെ പിടികൂടി. പ്രദേശത്ത് നിന്നും ഒരാഴ്ചക്കുള്ളിൽ പിടികൂടുന്ന രണ്ടാമത്തെ മലമ്പാമ്പാണ് ഇത്. വിയത്തുകുളം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും സാമൂഹ്യ പ്രവർത്തകനുമായ ഷെഫിൻ K മൊയ്തീൻ, ഇൻഡിപെൻഡന്റ് ക്ലബ്ബ് സെക്രട്ടറി നിസാം കാസിം എന്നിവർ ചേർന്നാണ് പുല്ലൂറ്റ് ഫയർ ആൻഡ് റെസ്ക്യൂ സേനാംഗങ്ങളുടെ സഹായത്തോടെ പാമ്പിനെ പിടികൂടിയത്. പിടികൂടിയ പാമ്പിനെ ഫോറസ്റ്റ് അധികാരികൾക്ക് കൈമാറി.
മാള ഗ്രാമപഞ്ചായത്ത് പെൻഷൻ ഗുണഭോക്താക്കളുടെ അഭിമാന സംഗമം നടന്നു. CPIM ഏരിയ സെക്രട്ടറി TK സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവരുടെ പെൻഷൻ 5 ഇനം പെൻഷൻ ഉണ്ട്. ആ 5 ഇനം പെൻഷൻ കൂടി മാളയിൽ 5599 പേർ മാളയിൽ പെൻഷൻ വാങ്ങുന്നത്. അതിന്റെ 10% ഉണ്ടാവും. 15 പേരാണെങ്കിൽ 10%. കുറെ പേർ പ്രായാധിക്യം കൊണ്ട് ഇതേപോലെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിയാത്തവർ കാണും. ശാരീരിക പ്രശ്നങ്ങളെ കൊണ്ട് നടക്കാൻ കഴിയാത്തതുകൊണ്ട്. അപ്പോ അത് വിട്ട് കുറെ പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങളെ വിളിച്ചു കൂട്ടിയത് നിങ്ങളോട് ചില കാര്യങ്ങൾ, അതീവ ഗൗരവമായ കാര്യങ്ങൾ പറയണം എന്നുള്ളതുകൊണ്ടാണ്. സംഘാടക സമിതി ചെയർമാൻ MK ബാബു അധ്യക്ഷത വഹിച്ചു. VR സുനിൽകുമാർ MLA, സംഘാടക സമിതി കൺവീനർ KV ഡേവിസ്, ബിന്ദു ബാബു, TP രവീന്ദ്രൻ, ജോർജ് നെല്ലിശ്ശേരി, ബിനിൽ പ്രതാപ്, VM വത്സൻ, സലീം പള്ളിമുറ്റത്ത്, KK ഹഫസൽ എന്നിവർ പ്രസംഗിച്ചു. അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹൈസ്കൂളിന് മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക പുരസ്കാരം. 13 ഹൈസ്കൂളുകൾ പങ്കെടുത്ത കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവത്തിൽ 11 സ്കൂളുകളെ പിന്നിലാക്കിക്കൊണ്ട് പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും A ഗ്രേഡും ഉപജില്ലയിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ 2ാം സ്ഥാനവും അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹൈസ്കൂളിന് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നാമധേയത്തിലുള്ള പുരസ്കാരം ലഭിച്ചത് കൗതുകരമായി. നേട്ടം കൈവരിച്ചതിന്റെ ഭാഗമായി സ്കൂളിൽ വിജയാഘോഷം സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് നൌഷാദ് കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ട്രസ്റ്റ് പ്രസിഡന്റ് PA സീതി മുഖ്യാതിഥിയായിരുന്നു. എറിയാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രസീന റാഫി, പ്രധാനാധ്യാപിക KA റുബീന, PTA വൈസ് പ്രസിഡന്റ് PA മനാഫ്, AM കമറുദ്ദീൻ, സജിത്ത് സഗീർ, ജാസ്മിൻ സൈഫുദ്ദീൻ, തൻസിയ, ഫസൽ എന്നിവർ പ്രസംഗിച്ചു. കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ആന്റി നാർക്കോട്ടിക് ക്ലബ്ബ് വിമുക്തിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ സ്പോർട്സ് ടീമുകൾ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി അഴീക്കോട് SSMHS സ്കൂളിൽ വിമുക്തി ഫുട്ബോൾ ടീമിന്റെ ജേഴ്സി പ്രകാശനവും ഉദ്ഘാടനവും നടന്നു. PTA പ്രസിഡന്റ് നൌഷാദ് കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. തൃശൂർ എക്സൈസ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ AR നികേഷ് ജേഴ്സി പ്രകാശനവും ഉദ്ഘാടനവും നിർവഹിച്ചു. കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ CV ശിവൻ, സിവിൽ എക്സൈസ് ഓഫീസർ VM ദിൽഷാദ്, തൃശൂർ ജില്ലാ വിമുക്തി കോർഡിനേറ്റർ ഷഫീഖ് യൂസഫ്, സിവിൽ എക്സൈസ് ഓഫീസർ PM ജദീർ, പ്രിൻസിപ്പൽ TV സെമീന, വിമുക്തി കൺവീനർ PH ഫരീദ എന്നിവർ സംസാരിച്ചു. മാള ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഹോം ഫോർ ഹോംലെസ് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ശിലാസ്ഥാപനം നടന്നു. വലിയ പറമ്പിൽ കൂട്ടിങ്ങൽ കരുണാകരന്റെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. ലയൺസ് കേരള മൾട്ടിപ്പിൾ കൗൺസിൽ സെക്രട്ടറി ലയൺസ് ജെയിംസ് വളപ്പില്ല ശിലാസ്ഥാപനം നിർവഹിച്ചു. 3 കാര്യങ്ങളാണ് മനുഷ്യന് ആവശ്യം. 1 വസ്ത്രം, 1 വീട്, 1 ഭക്ഷണം. ഇത് 3ഉം നൽകുന്ന കാര്യത്തിൽ ഇതിന് ആർക്കൊക്കെ ഇത് ആവശ്യമുണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും മുൻപിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ലയൺസ് ക്ലബ്ബ്. കഴിഞ്ഞ വർഷം നമുക്ക് 42 വീടുകളാണ് കഴിഞ്ഞ വർഷം കൊടുക്കാൻ സാധിച്ചത്. ഈ വർഷം അത് 80 വീടിനുള്ള പ്രൊവിഷൻ നമുക്ക് നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ വന്നിട്ടുണ്ട്. 50 വീട് കേരളത്തിലെ മൾട്ടിപ്പിളിൻ്റെ ഭാഗത്തുനിന്നും 30 വീട് നന്ദകുമാറിൻ്റെ ഭാഗത്തുനിന്നും നമുക്ക് കിട്ടാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. അതിൽ 50 വീടിൻ്റെ കാര്യം സാങ്ഷൻ ആയിട്ടുണ്ട്. 30ാമത്തെ വീടിൻ്റെ സാങ്ഷൻ ആകാൻ പോകുന്നു. ക്ലബ്ബ് പ്രസിഡന്റ് സെലിൻ ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ AR രാമകൃഷ്ണൻ, മാള ഗ്രാമപഞ്ചായത്ത് മെമ്പർ അമ്പിളി സജീവ്, ജോളി വടക്കൻ, സാലി പീറ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു. മാള റോട്ടറി ക്ലബിൽ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ GN രമേശ് സന്ദർശനം നടത്തി. How a small club in one of the rural areas in our district could do so many projects. And I think when I sat through the club assembly this afternoon, I realized
that you need not be a big club to do big things. You need not be a big club to do big projects. All that you need to have is a heart in its right place and the mind in the right place, which each member of Rotary Club of Mala has. Congratulations, Rotary Club of Mala, on this wonderful session. The project visits were so very inspiring, so emotional, so sentimental. Going to the Sevnagiri, Sehnile, and having lunch there, cutting a cake there, providing them with vegetables, planting a sapling, and then visiting the house under construction for a visually challenged beneficiary. All these actually made up our day for during the governor's visit. ക്ലബ്ബ് പ്രസിഡന്റ് അലോഷ്യസ് സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. അലോഷ്യസ് സ്റ്റീഫൻ, CC ബാബു, തോമസ് ചെല്ലക്കുടം, ഡേവിസ് കോന്നുപറമ്പിൽ, തമ്പി വർഗീസ് എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഗോൾഡ് മെഡൽ നേടിയ സോണിയ ജോസഫ്, വൈഗ ശിവകുമാർ എന്നിവരെ ആദരിച്ചു. ആൽഫ പാലിയേറ്റീവ് കെയർ കൊടുങ്ങല്ലൂർ ലിങ്ക് സെന്റർ വാർഷിക പൊതുയോഗം നടത്തി. കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന പുരസ്കാര ജേതാവ് TK ഗംഗാധരൻ യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് KA ഖദീജാബി അധ്യക്ഷത വഹിച്ചു. കേരള സാഹിത്യ അക്കാദമി സമഗ്ര സംഭാവന അവാർഡ് ജേതാവ് TK ഗംഗാധരനെ ഗവേണിംഗ് കൗൺസിൽ അംഗം ഇന്ദിര ശിവരാമൻ ഷാൾ അണിയിച്ച് ആദരിച്ചു. വൈസ് പ്രസിഡന്റ് PK റഹീം, ഹെഡ് നഴ്സ് ലിൻഡ, ആൽഫ കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, ഹംസ കൊണ്ടംപിള്ളി, എറിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശ്രീനാരായണപുരത്തെ രക്ഷിതാവ് അധ്യാപകനെ സ്കൂളിൽ കയറി മർദ്ദിച്ചതായി പരാതി. പോഴങ്കാവ് സെന്റ് ജോർജ് മിക്സഡ് LP സ്കൂളിൽ അധ്യാപകൻ ആല സ്വദേശി ഭരത് കൃഷ്ണയാണ് രക്ഷിതാവ് മർദ്ദിച്ചത്. ദേശീയപാത കൊടകരയിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ് ലോറിക്ക് പുറകിലിടിച്ച് അപകടം. ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. പരിക്കേറ്റ ബസ് യാത്രക്കാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുല്ലൂറ്റ് പുതിയ പോസ്റ്റ് ഓഫീസിന് സമീപത്ത് നിന്ന് 10 അടിയോളം വലിപ്പമുള്ള മലമ്പാമ്പിനെ പിടികൂടി. പ്രദേശത്ത് നിന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ പിടികൂടുന്ന രണ്ടാമത്തെ മലമ്പാമ്പാണ് ഇത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.